മക്കത്തെ മംഗല്യരാവ് ഖദീജക്ക് കല്യാണ നാള് മൊഞ്ചുള്ള തേരിറങ്ങേറി എത്തിയല്ലോ മണിമാരൻ. ആ പാട്ട് അത് മദ്ഹ് ഗാനല്ല, അതൊരിക്കലും മുഹമ്മദ് നബിയെ കുറിച്ചോ മുഹമ്മദ് നബിന്റെ ചരിത്രമോ പറയുന്നതല്ല. അത് ഗാന മത്സരങ്ങൾക്ക് പങ്കെടുക്കുന്നവർക്ക് അല്ലെങ്കിൽ മത്സരത്തിന് പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നവർക്ക് അതിൻ്റെ മെൻറ്ററിങ് ചെയ്യുന്നവർക്ക് ഒരുപാട് സംശയമുള്ള കാര്യമാണ്. ഗാനം സെലക്ട് ചെയ്യുമ്പോൾ, ഒരു പാട്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത്. അവിടെ ഒരു മാപ്പിളപ്പാട്ടൊക്കെ ആണെങ്കിൽ, നമ്മുടെ LP വിഭാഗത്തിൻ്റെ മാപ്പിളപ്പാട്ട് എടുക്കുകയാണെങ്കിൽ ചെറിയ കുട്ടികൾക്ക് പൊതുവെ മാസ്റ്റർ വോയിസ് വെച്ചിട്ട് ഒരുപാട് ടഫ് സോങ്ങുകൾ, അതായത് സ്പീഡ് ഗാനങ്ങൾ പാടാൻ ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് കൂടുതലും കുറച്ച് നീട്ടവും, നമ്മുടെ ഇഷയിലൊക്കെ പറയുന്നത് പോലെ ചരണത്തിൽ നീട്ടമൊക്കെ ഉള്ള ഒരുപാട് നല്ല നീട്ടി പരത്തി പാടാൻ പറ്റിയ ഗാനങ്ങളായിരിക്കും അവർക്ക് കൂടുതൽ ആക്റ്റായിട്ടുണ്ടാവുക. അപ്പോൾ അത്തരം ഗാനങ്ങൾ ചെറിയ കുട്ടിയൊക്കെ എടുത്തു കൊടുക്കുക. നമ്മുടെ ഇപ്പോൾ ബേളിപ്പിടുമേ മഹിമതൻ മുഹിബ്, അതിൻ്റെ ഇടക്കുള്ള ഭാഗത്ത് സുഗന്ധമിമ്പരി രമ്പി അരിമ്പമിരമ്പിളി മുന്ത് മികൈന്ത് ബകുത്ത്, അത്തരത്തിലുള്ള ഭാഗങ്ങൾ വരുന്നുണ്ട്. അത്തരം ഭാഗങ്ങൾ വരുന്ന പാട്ടുകൾ പരമാവധി LP വിഭാഗത്തിനൊക്കെ പാട്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് എടുക്കാതിരിക്കുക. പിന്നെ ഈ ഇടയ്ക്ക് ഒരു മത്സരത്തിന് ജഡ്ജ് ചെയ്യുന്ന സമയത്ത് മാപ്പിളപ്പാട്ട് മത്സരത്തിൽ ഒരുപാട് കുട്ടികൾ മദ്ഹ് ഗാനങ്ങൾ പാടുന്നുണ്ടായി. ഇപ്പോൾ ഈ അടുത്ത് വൈറലായ നമ്മുടെ ലബ്ബൈക പാടുന്നു ജനക്കൊടിയടങ്ങലും, ആ പാട്ട് കുറച്ച് കാലം മുമ്പ് വൈറലായിട്ടുണ്ടായ തുഞ്ചൻ്റെ പൈങ്കിളി പാടിയ, അത്തരത്തിലുള്ള തനത് മാപ്പിളപ്പാട്ടല്ലാത്ത ഗാനങ്ങളും അടക്കം, മദ്ഹ് ഗാനങ്ങളടക്കം റൂഹും മോളും എന്ന ഗാനം പാടിയ വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അത്തരം മത്സരാർത്ഥികളെ നമുക്ക് നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ട്, ആ കുട്ടി പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ട് പോലും റിസൾട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. കാരണം തനത് മാപ്പിളപ്പാട്ട് ഗാനം ആലപിച്ചിട്ടില്ല എന്നതുകൊണ്ടാണ്. അപ്പോൾ ടീച്ചേഴ്സ് ശ്രദ്ധിക്കേണ്ടത്, ഒരു ഗാനം സെലക്ട് ചെയ്യുമ്പോൾ അത് തനത് മാപ്പിളപ്പാട്ട് തന്നെയാണോ, മാപ്പിളപ്പാട്ടിൻ്റെ പരിധിയിൽ വരുന്ന വാലുമ്മൽ കമ്പിയൊക്കെ നിയമം അനുസരിച്ച്, മാപ്പിളപ്പാട്ടിൻ്റെ നിയമം അനുസരിച്ച് രചിക്കപ്പെട്ട ഗാനമാണോ എന്ന് ആദ്യം അതൊന്ന് ആ ഗാനത്തെക്കുറിച്ച് പഠിച്ച് അറിവുള്ള ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം കുട്ടിയൊക്കെ എടുത്തു കൊടുക്കുന്ന ഗാനങ്ങളാണെങ്കിൽ ഒരുപാട് ടഫ് ഗാനങ്ങൾ, ഇരുപുറം തഹിയറിന നിലക്കവികൾ, അത്തരത്തിലുള്ള ഒരുപാട് മൊയ്കുട്ടി വൈദ്യരുടെ തന്നെ സിമ്പിളായിട്ടുള്ള കെട്ടി ഹംസ മട്ടിരാവർ വിട്ട് ചീരയാനപ്പൾ, അത്തരത്തിലുള്ള നല്ല സിമ്പിളായിട്ട് പാടാൻ പറ്റിയ ഒരുപാട് നല്ല ഗാനങ്ങളുണ്ട്. അണവാക്കി റൂഹുൽ അമീൻ തൻമൊഴിയ, അത്തരത്തിൽ പുതിയ ഗാനങ്ങളാണ്. മോയിൻകുട്ടി വൈദ്യരാവട്ടെ, ബദറുദ്ദീൻ പറഞ്ഞൂർ, ഒയിൻ കരുവാരെ കൊണ്ട് ഈ അടുത്തുകാരായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ള CA പാങ് പോലെയുള്ള ഒരുപാട് എഴുത്തുകാർ എഴുതിയിട്ടുള്ള നല്ല സിമ്പിളായിട്ട് കുട്ടികൾക്ക് പാടാൻ പറ്റിയ ഗാനങ്ങൾ തന്നെ യൂട്യൂബിലുണ്ട്. അതും സെർച്ച് ചെയ്യുന്ന സമയത്ത് മാപ്പിളപ്പാട്ട് അടിച്ചു കൊടുത്താൽ നമുക്ക് വേണമെങ്കിൽ ചെമ്പകപ്പൂ തേനിതളതരം, അത്തരത്തിലുള്ള പാട്ടുകൾ, പഴയ മാപ്പിളപ്പാട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതൊന്നും ഒരിക്കലും തനത് മാപ്പിളപ്പാട്ടല്ല, അത് ശ്രദ്ധിക്കണം. അത് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഫോർ കോമ്പറ്റീഷൻ എന്ന് കൂടി സെർച്ച് ചെയ്യാൻ ശ്രമിക്കുക. കലോത്സവത്തിൻ്റെ വീഡിയോസോ അത്തരത്തിലുള്ള വീഡിയോസ് മാത്രം എടുത്തിട്ട് കുട്ടികൾക്ക് പഠിപ്പിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ലിറിക്സിൻ്റെ വിഷയമാണ്. ഗാനം സെലക്ട് ചെയ്തതിന് ശേഷം ആദ്യം ശ്രദ്ധിക്കേണ്ട ലിറിക്സാണ്. അതിൻ്റെ പൂർണ്ണമായ ശരിയായ ലിറിക്സ് തന്നെയാണോ എന്ന് ശ്രദ്ധിക്കുക. അന്നത്തെ മത്സരത്തിൽ 76 കുട്ടികളിൽ അതിന് കൂടുതലോ കുട്ടികൾ പാടിയത് സുഹ്റബത്തൂൽ എന്ന പാട്ടാണ്. ആ പാട്ടിൻ്റെ ലിറിക്സിൽ നമുക്ക് സുഹ്റബത്തൂൽ ഷജറുകൾ തരമാ സലാം വീണ്ടേ, അതായത് സലാം പറഞ്ഞു എന്ന ഭാഗമുണ്ട്. അതിൽ ഗൂഗിളിലടക്കം അതിൻ്റെ ലിറിക്സിൽ അത് സലാമിൻ്റെ എന്നാണ്. സലാമിൻ്റെ എന്നല്ല, സലാം വിണ്ടേ എന്നാണ് ഇതിൻ്റെ ലിറിക്സ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ ലിറിക്സിൽ ഒരുപാട് ചേഞ്ചസ് വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ യൂട്യൂബിൽ കേട്ട് എഴുതുന്ന സമയത്ത്, യൂട്യൂബിൽ വീഡിയോസ് എടുത്ത് എഴുതുന്ന സമയത്ത് ഒരുപാട് ലിറിക്സിൽ തെറ്റുകൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അറിയുന്ന ആൾക്കാരോട് ചോദിച്ചോ അല്ലെങ്കിൽ അറിയുന്ന ആൾക്കാർക്ക് അയച്ചു കൊടുത്തോ, നിങ്ങൾ ഒരിക്കലും അറിയുന്ന ആൾക്കാരോട് ഏതെങ്കിലും നല്ല പാട്ട് എടുത്തു തരുമോ എന്ന് ചോദിക്കുന്നതിനപ്പുറം ഒരു 5 പാട്ടുകൾ എടുത്തിട്ട് സെലക്ട് ചെയ്തിട്ട് അതൊന്ന് അന്വേഷിക്കുക. ആ പാട്ട് ഇങ്ങനെയാണ്, ഇതൊക്കെ നിയമത്തിൽ വരുന്നതാണോ എന്ന് അന്വേഷിച്ചിട്ട് കുട്ടികൾക്ക് ആപ്റ്റായിട്ടുള്ള പാട്ടുകൾ പഠിപ്പിച്ചു കൊടുക്കുക. അല്ലാതെ ഒരുപാട് ടഫുള്ള ഗാനങ്ങൾ
ഗാനങ്ങൾ, പുതിയ ഗാനങ്ങൾ പാടുക എന്നത് മാത്രമല്ല, അത് മറ്റൊരു വിഷയമാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു ഭാഗത്ത് മറ്റൊരു വീഡിയോയിൽ നമുക്കത് ചർച്ച ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഗാനങ്ങൾ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ന് പറഞ്ഞത്. നല്ല തനത് മാപ്പിളപ്പാട്ട് തന്നെ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുക. പിന്നെ ഇപ്പോൾ നമ്മുടെ വൈറലായിട്ടുള്ള മക്കത്തെ മംഗല്യരാവ്, ഖദീജക്ക് കല്യാണ നാള്, മൊഞ്ചുള്ള തേരിഴങ്ങേറി എത്തിയല്ലോ മണിമാരൻ, ആ പാട്ട് ഇപ്പോൾ വൈറലായത് ഒരിക്കലും അത് മദ്ഹ് ഗാനല്ല. അതൊരിക്കലും മുഹമ്മദ് നബിയെ കുറിച്ചോ മുഹമ്മദ് നബിൻ്റെ ചരിത്രമോ പറയുന്നതല്ല. അത് യൂട്യൂബിലൊക്കെ വന്ന സമയത്ത് എല്ലാവരും അതിനെ ഒരുപാട് ആഘോഷിക്കുകയും മതസൗഹാർദ്ദത്തെക്കുറിച്ച് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊരിക്കലും മദ്ഹ് ഗാനല്ല. അത് ശ്രദ്ധിക്കുക. അത്തരത്തിലുള്ള മാപ്പിളപ്പാട്ടല്ലാത്ത ഗാനങ്ങൾ മാപ്പിളപ്പാട്ട് മത്സരത്തിൽ പാടുക, മദ്ഹ് ഗാനല്ലാത്ത അറബി ഗാനങ്ങൾ മദ്ഹ് ഗാനത്തിൽ പാടുക. ചിലപ്പോൾ മാഷപ്പ് വെറുതുണ്ടൊരുമല്ല പരിഭാവനമായോരസരമുല്ല, ഫദലുർ റഹ്മാൻ ചണ്ടയാട് സുഹൃത്ത് എഴുതിയ നല്ലൊരു ഗാനമാണ് അത്. പക്ഷേ അതൊരിക്കലും മദ്ഹ് ഗാനത്തിൻ്റെ കോമ്പറ്റീഷന് പാടാൻ പറ്റില്ല. കാരണം അതൊരു മാഷപ്പ് ആയിട്ടാണ് മൂപ്പര് ഒരുപാട് ഗാനങ്ങൾ കോർത്തിണക്കിയിട്ടുള്ള ഒരു ചെയിൻ സോങ് ആണ് അത്. അതൊരിക്കലും മദ്ഹ് ഗാനത്തിൽ പാടാൻ പാടില്ല. അത്തരത്തിൽ ശ്രദ്ധിക്കുക. മദ്ഹ് ഗാനം അല്ലാത്തത് മദ്ഹ് ഗാനത്തിൽ പാടരുത്. അറബി ഗാനം എടുക്കുന്ന സമയത്ത് കൂടുതൽ ശ്രദ്ധിക്കുക, അറബി ശൈലിയുള്ള ഗാനങ്ങൾ എടുക്കുക. അപ്പോൾ അത്തരത്തിൽ ശ്രദ്ധിച്ചിട്ട് നമ്മുടെ കുട്ടികൾക്ക് മത്സരത്തിന് വേണ്ടി ഗാനങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും പാടാൻ പറ്റുന്നത് തൻ്റെ പിച്ചിൽ ശ്രുതിയിൽ ഏതാണോ ഗാനം ആലപിക്കാൻ പറ്റുക. ഇപ്പോൾ ഉദാഹരണത്തിന് തിരുദൂതരേ എൻ മഹമൂദരേ, ആ ഗാനം ചിലപ്പോൾ കുട്ടികൾക്ക് ആ ഭാഗം പാടാൻ പറ്റും. മറ്റേ അതിൻ്റെ അനുപല്ലവമായിട്ടുള്ള ബദറിൻ്റെ മണ്ണ് സത്യത്തിനാ ജിഹാദ് മുഴക്കി, അത് കുറച്ചുകൂടെ പിച്ചതിന് അതിൻ്റെ മേലെ റബ്ബായ തമ്പുരാൻ്റെ അന്ത്യപ്രവാചകര്, അങ്ങനെ കുറച്ചുകൂടെ റസൂലേ, അങ്ങനെ കുറച്ച് അതിൻ്റെ അനുപല്ലവിയിലേക്ക് ഒരുപാട് ടഫ് ഭാഗങ്ങൾ വരുന്നതുകൊണ്ട് ചിലപ്പോൾ ആ തിരുദൂതർ എന്ന ഭാഗം കുട്ടിക്ക് പാടാൻ സാധിക്കും. പക്ഷേ അതിൻ്റെ അനുപല്ലവിയിലേക്ക് വരുന്ന സമയത്ത് ചിലപ്പോൾ അത് ആലപിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അത്തരത്തിലുള്ള ടഫ് ഗാനങ്ങൾ എടുക്കാതെ കുട്ടിക്ക് സിമ്പിളായിട്ട് പാടാൻ പറ്റുക. ആർക്കാണെങ്കിലും വലിയ ആൾക്കാരാണെങ്കിലും മത്സരവേദിയിലേക്ക് വരുന്ന സമയത്ത് സിമ്പിളായിട്ടുള്ള ഗാനങ്ങൾ എടുക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുക.